നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരിയെ പറഞ്ഞു മനസ്സിലാക്കാനും തിരുത്താനും ഭാര്യയായ സുമിതയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അർത്ഥം ഗിരിയുടെ മനസ്സില് ഈ കല്യാണത്തെക്കുറിച്ച് അത്രയും വലിയ എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെയല്ലേ? ഗിരിയുടെ ഭാര്യയുടെ അനിയത്തിയും സ്വന്തം അനിയനായ നിധീഷും തമ്മിൽ ചേരുന്നതിന് ഗിരിക്കെന്താ ഇത്ര എതിർപ്പ്? അതൊരിക്കലും വെറുതെ ആവുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ആ എതിർപ്പിന്റെ കാരണം തുറന്ന് സംസാരിക്കല്ലേ വേണ്ടേ? അതല്ലേ മര്യാദ? അതും ചെയ്യുന്നില്ലല്ലോ. എന്തായാലും ഈ കല്യാണം മുടങ്ങിയതിന്റെ പേരില് നഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് മാത്രമാണ്. നടന്നതൊന്നും ശരിയും ന്യായവുമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ലതാനും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെയുള്ള വെറും വാക്കുകൾക്ക് ഒരു പ്രസക്തിയും ഇനിയില്ല. ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുത്. എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയാതിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം പറയുക. ഈ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ഇന്ദിരയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതാ ഞാൻ ഓടി വന്നത്. ഗിരിയുടെ ഈ എതിർപ്പിനെ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം. എനിക്കതിന് കഴിയുമെന്ന് തന്നെ എന്റെ വിശ്വാസം. ഈ വിഷയത്തിൽ എന്റെ ഒരു ഉറച്ച തീരുമാനം നിങ്ങളോട് പറയാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും നിതീഷും നന്ദിതയും തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. ഞാനത് നടത്തിയിരിക്കും. എന്തൊക്കെയായാലും എന്റെ സ്വന്തം മകന്റെ വിവാഹക്കാരിയല്ലേ? അത് അവന്റെ ആഗ്രഹം പോലെ നടത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ. അത് ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്യും. അപ്പോ ഗിരിയേട്ടൻ എന്റെ തീരുമാനത്തിനൊപ്പം നിങ്ങളൊന്ന് നിന്ന് തന്നാ മതി. ആരെതിർത്താലും ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. അനുരാധ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് അതിന്റെ കൂടെ നിൽക്കും. അത് നന്ദിതയുടെ അച്ഛനെന്ന നിലയിൽ എന്റെ വാക്കാ. മതി, ഈ ഒരു വാക്ക് മാത്രം കേട്ടാ മതി എനിക്ക്. പാവം നന്ദു ഇതിന്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെട്ട് കാണും. എവിടെയവള്? എനിക്ക് അവളെ ഒന്ന് കാണണം. മോളെ, അമ്മയല്ലേ എനിക്ക് ആശ തന്നത്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഞാൻ കൈവിട്ട് കളഞ്ഞൊരു സ്വപ്നം വീണ്ടും എന്നെ കൈവളയിൽ വെച്ച് തന്നത് അമ്മയല്ലേ? ഇനി അത് കൈവിട്ട് പോയ എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ. താങ്ങാൻ പറ്റില്ല എനിക്ക്. അവസാന നിമിഷം ഇങ്ങനെയൊക്കെ ഓരോ തടസ്സങ്ങൾ വന്നു പെടുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ മോളെ. ഈ തടസ്സങ്ങളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാ. ആര്? എന്തിന്? ഗിരിയേട്ടൻ എന്തിനാ ഞങ്ങളുടെ കല്യാണത്തിന് തടസ്സം നിൽക്കുന്നത്? അതുകൊണ്ട് എന്ത് പ്രയോജനം? എന്തിനാ ഗിരിയേട്ടൻ ഞങ്ങളെ ദ്രോഹിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ എന്നോട് ചെയ്തത് അമ്മേ? ഇന്ന് വരെ ഒരു കാര്യത്തിലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുള്ള ആളല്ല ഗിരി. ഒന്നുമല്ലെങ്കിലും അവന്റെ അമ്മയല്ലേ ഞാൻ. എനിക്കറിയില്ലേ അവനെ? അവനൊരു പാവോ. കൂടെ നിൽക്കുന്നവരെ കണ്ണും പൂട്ടി വിശ്വസിക്കും. അവര് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ സത്യമാണെന്ന് ധരിക്കും. അതിന് ഗിരിയേട്ടനോട് ആരെന്ത് പറഞ്ഞെന്നാമേ? ഞാനും നിതീഷേട്ടനും തമ്മിലുള്ള കല്യാണത്തിന് ആർക്ക് എന്ത് എതിർപ്പുണ്ടാവാനാ? നീ ഒത്തിരി നല്ല കുട്ടിയാ. വളഞ്ഞ വഴിക്ക് ചിന്തിക്കാൻ പോലും നിനക്കറിയില്ല. അതുകൊണ്ടാ മോളെ നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത്. ഒയ്യാരത്ത് കുടുംബ വീട്ടിലേക്ക് എന്റെ രണ്ടാമത്തെ മരുമകളായി നീ കയറി വരുന്നതിൽ അസൂയയും ദേഷ്യവും മൂത്ത് എരിപിരി കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടവിടെ. ആര്? വേറെ ആരുമല്ല, നിന്റെ സ്വന്തം ചേച്ചി സുമിത. ഗിരിയോട് സംസാരിച്ച് അവന്റെ മനസ്സ് മാറ്റിയത് അവള് തന്നെയാ. എല്ലാത്തിനും പിന്നിൽ
സുമിതയോ? പക്ഷെ അവ ചേച്ചി സുമി ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സുമി ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു രീതിയിൽ ഞാൻ കരടാവുന്നില്ലല്ലോ. ഇതിന് വേറൊന്നുമല്ല, അസൂയെന്നാ പറയേണ്ടത്. സുമിതയ്ക്ക് നിന്നോട് അസൂയ മോളെ. ഈ കല്യാണം തടസ്സപ്പെടുത്താൻ അവളെ കൊണ്ടാവുന്നതൊക്കെ അവള് പരിശ്രമിച്ചു കഴിഞ്ഞു. എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാനും ചെയ്തു. പക്ഷെ ഗിരിയോട് അവള് പ്രയോഗിച്ച തലയണ മന്ത്രം അത് ഫലിച്ചു. പക്ഷെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ കല്യാണം നടക്കും. എന്റെ മോന്റെ ഭാര്യയായി നീ ഒയ്യാരത്ത് കുടുംബത്തിലേക്ക് വലതുകാലം വെച്ച് കയറുക തന്നെ ചെയ്യും. അതെന്റെ തീരുമാനം. അത് നടക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തും. അതിന് നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി നന്ദു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സുമി? അമ്മയ്ക്ക് എന്തുകൊണ്ടിങ്ങനെ വന്നു എന്നാണ് ഗിരി ചോദിക്കേണ്ടത്. എന്റെ അമ്മയുടെ ഹാർട്ട് വളരെ വീക്കാണ്. മനസ്സിന് ആഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും താങ്ങാൻ അമ്മയ്ക്ക് പറ്റില്ല. നന്ദുന്റെ ജീവിതം എന്താവും എന്നുള്ള ആദ്യം അമ്മയ്ക്ക്. എല്ലാവിധ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിട്ട് ഒരു കല്യാണമൊക്കെ അങ്ങ് മുടങ്ങി പോകുമ്പോഴുള്ള അവസ്ഥയെ ഒരുപക്ഷെ ഗിരിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പെൺമക്കളുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അച്ഛനമ്മമാർക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വേവലാതി അത്. പ്രത്യേകിച്ച് നന്ദുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടെ വെച്ച് നോക്കുമ്പോ അതൊന്നും പരിഗണിക്കാതെ ഇങ്ങനെ എടുത്തിയാടി തന്നിഷ്ടം പോലെ തീരുമാനങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാനായിട്ട് ഗിരിക്ക് എങ്ങനെ സാധിക്കുന്നു? നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ സുമി? നീ എങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. കുറ്റപ്പെടുത്തുകയല്ല ഗിരി. ഗിരിക്ക് എല്ലാത്തിനും ഗിരിയുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കാതെയല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എന്റെ വീട്ടുകാരെ മനസ്സിലാക്കാനും ഞാനല്ലേ ഉള്ളൂ. അല്ല സുമി, നിന്റെ വീട്ടുകാരെ മനസ്സിലാക്കാൻ സുമി മാത്രമല്ല, നിന്റെ അനിയത്തിയും കൂടെ ശ്രമിക്കണം. അവൾ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ അവസ്ഥ വരുന്നതെന്ന് തടയാമായിരുന്നു. ഗിരി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അനിയത്തിക്ക് ഒരു തെറ്റുപറ്റിപ്പോയി ഗിരി. ആ നിതീഷിനെ അവള് വിശ്വസിച്ചു പോയി. ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റ് പറ്റിപ്പോയിന്ന് ആദ്യം നന്ദിത തിരിച്ചറിയണം, അംഗീകരിക്കണം. അതല്ലേ വേണ്ടത്. ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സ് അവള് കാണിക്കണം. പക്ഷേ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ വേദനകളും സന്തോഷങ്ങളും ഒന്നും ഇങ്ങനെ അളന്ന് മുറിച്ച പോലെ കണക്കാക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളേ അല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.